Gratitude. നന്ദി. What shall I do now? എബിൻ had no idea. ഇനിയിപ്പോൾ എന്തു ചെയ്യും? എബിന് ഒരു പിടിയും കിട്ടിയില്ല. He sat on the shore, looking at the boats sailing away. അവൻ കടൽ തീരത്ത് ഇരുന്നു, കടലിലൂടെ തുഴഞ്ഞു പോകുന്ന വഞ്ചികളെയും നോക്കിക്കൊണ്ട്. He sat on the shore, അവൻ കടൽ തീരത്തിരുന്നു. Looking at the boats sailing away. കടലിലേക്ക് തുഴഞ്ഞു പോകുന്ന വഞ്ചികളെയും നോക്കി എബിൻ കടൽ തീരത്ത് ഇരുന്നു. Thank you for saving my life. He heard a voice from the sea. Thank you for saving my life. എൻ്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി. He heard a voice from the sea. കടലിൽ നിന്നും എബിൻ ഒരു ശബ്ദം കേട്ടു. എൻ്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി. Who is that? എബിൻ looked around in surprise. ഇതാരാണിത്? കടലിൽ നിന്ന് ഇങ്ങനെയൊരു ശബ്ദം വരാനായിട്ട് എന്താണ്? എബിൻ looked around in surprise. എബിൻ ചുറ്റുപാട് നോക്കി അത്ഭുതത്തോടെ. എവിടെ നിന്നാണ് ഈ ശബ്ദം? ആരാണ് ഇങ്ങനെ നന്ദി പറയുന്നത്? എബിൻ could not believe his eyes. എബിന് അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എബിൻ could not believe his eyes. എബിൻ അവൻ്റെ സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. Can a fish speak? ഒരു മത്സ്യത്തിന് സംസാരിക്കാൻ കഴിയുമോ? He stood on the shore like a statue. ഇതൊരു മത്സ്യമാണ് പറയുന്നത്. അപ്പോൾ എബിൻ അതിശയിച്ചു. Can a fish speak? ഒരു മത്സ്യത്തിന് സംസാരിക്കാൻ കഴിയുമോ? He stood on the shore like a statue. അവൻ അത്ഭുതം കൊണ്ടും അതിശയം കൊണ്ടും കടൽ തീരത്ത് ഒരു പ്രതിമ പോലെ നിന്നു. He stood on the shore. അവൻ കടൽ തീരത്ത് നിന്നു. Like a statue. ഒരു പ്രതിമ പോലെ. Dear boy, I'll never forget your kindness, the fish said. അപ്പോൾ മത്സ്യം പറഞ്ഞു, Dear boy, എൻ്റെ പ്രിയപ്പെട്ട കുട്ടി, I'll never forget your kindness. നീ എന്നോട് കാണിച്ച ദയ ഞാൻ ഒരിക്കലും മറക്കില്ല. മത്സ്യം പറഞ്ഞു, I'll never forget your kindness. നിന്റെ ദയാവായ്പ്, നീ എന്നോട് കാണിച്ച കരുണ ഞാൻ ഒരിക്കലും മറക്കില്ല. Take this. This is a magic ring. ഇതെടുത്തോളൂ. ഇതൊരു മാന്ത്രിക മോതിരമാണ്. Rub it and see what it can do. ഈ മോതിരത്തിന്മേൽ ഒന്ന് വെറുതെ ഉരച്ചാൽ, കൈകൊണ്ട് വെറുതെ ഒന്ന് ഉരച്ചാൽ അതിനെന്ത് ചെയ്യാൻ കഴിയുമെന്ന് നോക്കിക്കൊള്ളൂ. Rub it, ഉരച്ചു നോക്കൂ. And see what it can do. ആ മോതിരത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് നോക്കിക്കോളൂ. Use this only when you are in need. നിനക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. Use this only. എപ്പോൾ മാത്രമാണ് ഉപയോഗിക്കേണ്ടത്? When you are in need. നിനക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ളപ്പോൾ മാത്രം. The fish came near Ebin and opened its mouth. മത്സ്യം എബിൻ്റെ അരികിലേക്ക് വന്ന് മെല്ലെ അതിൻ്റെ വാ തുറന്നു. The fish came near Ebin. മത്സ്യം എബിൻ്റെ അരികിലേക്ക് വന്നു. And opened its mouth. എന്നിട്ട് അതിൻ്റെ വാ തുറന്നു. There was a beautiful ring in its mouth. അതിൻ്റെ വായിൽ മനോഹരമായ ഒരു മോതിരമുണ്ടായിരുന്നു. There was a beautiful ring. ഒരു മനോഹരമായ മോതിരമുണ്ടായിരുന്നു. In its mouth. അതിൻ്റെ വായിൽ.
Ebin took the ring and the fish swam back to the sea. എബിൻ ആ മോതിരമെടുത്തു. അപ്പോൾ മത്സ്യം കടലിലേക്ക് തിരികെ നീന്തിപ്പോയി. എബിൻ took the ring and the fish swam back to the sea. എബിൻ മോതിരമെടുത്തപ്പോൾ മത്സ്യം കടലിലേക്ക് തിരികെ നീന്തിപ്പോയി. Into the forest. കാട്ടിലേക്ക്. എബിൻ walked aimlessly. എബിനോട് അച്ഛൻ പറഞ്ഞു, നിന്നെ എനിക്ക് ഇനി കാണണ്ടാന്ന്. അച്ഛൻ്റെ കൺമുൻപിലേ ഇനി എബിനെ കാണണ്ടാന്ന് എബിനോട് വാൺ ചെയ്തിരുന്നു. അപ്പോൾ എബിന് പിന്നെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. എബിൻ walked aimlessly. എബിൻ ഒരു ലക്ഷ്യവുമില്ലാതെ ഇങ്ങനെ നടന്നു, എങ്ങോട്ടെന്നില്ലാതെ നടന്നു. But he was not afraid. പക്ഷെ അവന് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. He had the magic ring with him. അവൻ്റെ കയ്യിൽ ആ മാന്ത്രിക മോതിരമുണ്ടായിരുന്നു. He could use it in need. എന്താവശ്യം വരുമ്പോഴും അവനത് ഉപയോഗിക്കാം. അതുകൊണ്ട് അവന് ഭയമൊന്നും ഉണ്ടായില്ല, പേടിയൊന്നും ഉണ്ടായില്ല. He walked for a long time. അവൻ ഒരുപാട് സമയം നടന്നു അങ്ങനെ. He reached a dense forest with huge trees and bushes. അവനങ്ങനെ നടന്ന് വലിയ ഒരു കൊടും കാട്ടിലെത്തി. He reached a dense forest. അവൻ ഒരു കൊടുങ്കാട്ടിലെത്തി. With huge trees and bushes. ആ കാട്ടിൽ വൻ മരങ്ങളും അതുപോലെ നിറയെ കുറ്റിച്ചെടികളുമൊക്കെ ഉണ്ടായിരുന്നു. He reached a dense forest. ഇടതൂർന്ന മരങ്ങളുള്ള വലിയ വൻ വൃക്ഷങ്ങളുള്ള ഒരു കാട്ടിലെത്തി. അവിടെ കുറ്റിച്ചെടികളും വൻ മരങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. He heard the chirping of birds and the cries of animals. അവൻ പക്ഷികൾ ചിലയ്ക്കുന്നതും മൃഗങ്ങൾ ഉച്ചത്തിൽ കരയുന്നതും അവയുടെ ഉറക്കെയുള്ള നിലവിളി ശബ്ദവും കേട്ടു. He heard the chirping of birds. പക്ഷികൾ ചിലയ്ക്കുന്നത്. And the cries of animals. അതുപോലെ മൃഗങ്ങൾ നിലവിളിക്കുന്നത്, ഉറക്കെ നിലവിളിക്കുന്നതും അവൻ കേട്ടു. Suddenly, a deer darted in front of him. പെട്ടെന്ന് അവൻ്റെ മുൻപിലേക്ക് ഒരു മാൻ ഓടിയെത്തി. A pack of wild dogs were chasing it. ഒരു കൂട്ടം കാട്ടുനായ്ക്കൾ അതിനെ ഓടിപ്പിക്കുകയായിരുന്നു. A pack of wild dogs. കാട്ടുനായ്ക്കളുടെ ഒരു കൂട്ടം were chasing it. അതിനെ ഓടിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഒരു മാൻ എബിൻ്റെ മുൻപിൽ പെട്ടെന്ന് ഓടി വന്നു പെട്ടത്. The magic ring. മാന്ത്രിക മോതിരം. How can I save the deer? Ebin thought. എനിക്ക് എങ്ങനെയാണ് ഈ മാനിനെ രക്ഷിക്കാൻ പറ്റുക? എനിക്ക് എങ്ങനെ ഈ മാനിനെ രക്ഷിക്കാൻ കഴിയും? Ebin thought. എബിൻ ചിന്തിച്ചു. He remembered the magic ring. അപ്പോഴാണ് അവൻ മാന്ത്രിക മോതിരത്തെക്കുറിച്ച് ആലോചിച്ചത്. Will it work? അത് പ്രവർത്തിക്കുമോ? അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമോ? Will it work? He took it out from his pocket, rubbed it softly, and said, "Save the deer." He took it out from his pocket. അവൻ ആ മോതിരം, മാന്ത്രിക മോതിരം കീശയിൽ നിന്നും പുറത്തെടുത്തു. Rubbed it softly and said. എന്നിട്ട് അതിൽ മൃദുവായി ഉരച്ചു. And said. എന്നിട്ട് പറഞ്ഞു, "Save the deer." ഈ മാനിനെ രക്ഷിക്കൂ. He took it out from his pocket, rubbed it softly, and said, "Save the deer." Suddenly, he noticed the trees swinging to and fro. പെട്ടെന്ന്
ഒരു കാര്യം അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വൃക്ഷങ്ങൾ, അതായത് മരങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ തുടങ്ങി. Suddenly he noticed the trees swinging to and fro. വൃക്ഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ തുടങ്ങി. എബിൻ looked up at the sky. എബിൻ അപ്പോൾ ആകാശത്തേക്ക് നോക്കി. He saw a huge crane with wide wings. അപ്പോൾ അവൻ ഒരു കാഴ്ച കണ്ടു. ഒരു വലിയ കൊറ്റി, ഒരു വലിയ കൊക്ക്. He saw a huge crane with wide wings. വളരെ വലിയ ചിറകുകളുള്ള ഒരു കൊറ്റിയെ കണ്ടു, ഒരു കൊക്കിനെ കണ്ടു. It came near fluttering its wings. അത് അതിൻ്റെ വലിയ ചിറകുകൾ വീശിക്കൊണ്ട് അടുത്തേക്ക് വന്നു. It looked like a warplane. അത് കണ്ടാൽ ഒരു യുദ്ധവിമാനം പോലെയായിരുന്നു. അത്രയും വലുതായിരുന്നു. It lifted the deer and flew up. എന്നിട്ട് അത് ആ മാനിനെ എടുത്തുകൊണ്ട് മുകളിലേക്ക് പറന്നു. It lifted the deer and flew up. അത് മാനിനെ എടുത്തു പൊക്കിക്കൊണ്ട് മുകളിലേക്ക് പറന്നു. The scared dogs ran for their lives. ഇത് കണ്ട് ആ കാട്ടുനായ്ക്കളുടെ കൂട്ടം ജീവനും കൊണ്ട് ഓടിപ്പോയി. The scared dogs, പേടിച്ചരണ്ട നായ്ക്കൾ, ran for their lives, അവരുടെ ജീവനും കൊണ്ട് ഓടിപ്പോയി. The crane come down again and put the deer back in the bushes. അപ്പോൾ ഈ കൊക്ക് വീണ്ടും താഴേക്ക് വന്ന് ഈ മാനിനെ കുറ്റിച്ചെടികളുടെ അടുത്ത് വച്ചു. The crane came down again and put the deer back in the bushes. Wow, the magic worked. Ebin cried out. ഇത് കണ്ടപ്പോൾ എബിൻ വളരെ സന്തോഷവും അത്ഭുതവും ആശ്ചര്യവും ഒക്കെ ഉണ്ടായി. Wow, the magic worked. Ebin cried out. മാജിക് എന്തായാലും പ്രവർത്തിച്ചു. മത്സ്യം പറഞ്ഞതുപോലെ ആവശ്യങ്ങൾക്ക് ഈ മോതിരം ഉപകരിക്കും. ഏതെങ്കിലും അപകട സമയത്തോ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോഴോ ഈ മോതിരം ഉപകരിക്കും. അതറിഞ്ഞ എബിൻ സന്തോഷവും ആശ്ചര്യവും ഒക്കെ കൊണ്ട് ഉറക്കെ പറഞ്ഞു, The magic worked. The magic works again. വീണ്ടും മാജിക്ക് വർക്ക് ചെയ്തു. അതായത് വീണ്ടും മാജിക്ക് ഉപകരിച്ചു. നോക്കാം. എബിൻ walked on. ഇതൊക്കെ കഴിഞ്ഞ് എബിൻ വീണ്ടും മുൻപോട്ട് നടന്നു. He was tired. അവൻ ക്ഷീണിതനായിരുന്നു. He sat under a tree and soon fell asleep. അവൻ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. വളരെ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. He sat under a tree and soon fell asleep. അവൻ ആ മരച്ചുവട്ടിൽ ഇരുന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി. Grrr. Ebin heard a loud roar. അപ്പോൾ പെട്ടെന്ന് എബിൻ ഒരു ഉറക്കയുള്ള അലർച്ച കേട്ടു. It was a lion. അതൊരു സിംഹമായിരുന്നു. അതൊരു സിംഹത്തിൻ്റെ അലർച്ചയായിരുന്നു. It jumped at Ebin. അത് എബിന് നേർക്ക് ചാടി വീണു. Ebin rubbed the ring and said. എബിൻ ഈ മാന്ത്രിക മോതിരത്തിന്മേൽ ഉരച്ചുകൊണ്ട് പറഞ്ഞു, Magic ring, help me. മാന്ത്രിക മോതിരമേ, എന്നെ സഹായിക്കൂ. The crane appeared once again in the sky. അപ്പോൾ പെട്ടെന്ന് ആകാശത്ത് ആ
വലിയ ചിറകുകളുള്ള ആ കൊറ്റി, ആ കൊക്ക് പ്രത്യക്ഷപ്പെട്ടു. The crane appeared once again in the sky. It flew towards Ebin. അത് എബിൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. എബിനെ ലക്ഷ്യമാക്കി പറന്നു വന്നു. Come, hold on to my legs, the crane said. ആ കൊറ്റി പറഞ്ഞു, വരൂ, എൻ്റെ കാലിൽ പിടിച്ചോളൂ. Hold on to my legs, എൻ്റെ കാലുകളിൽ പിടിച്ചോളൂ. Ebin jumped up and held on its leg tightly. എബിൻ ചാടി ആ കൊക്കിൻ്റെ കാലുകളിൽ മുറുകെ പിടിച്ചു. Ebin jumped up and held on its legs tightly. ആ കൊറ്റിയുടെ കാലുകളിൽ മുറുക്കെ പിടിച്ചു. Before the lion could do anything, the crane flew high up into the air with Ebin. സിംഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിനു മുൻപേ എബിനെയും കൊണ്ട് ആ കൊറ്റി മുകളിലേക്ക് പറന്നുയർന്നു. Before the lion could do anything, സിംഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിനു മുൻപേ the crane flew high up into the air. ആ കൊറ്റി മുകളിലേക്ക്, ആകാശത്തേക്ക് പറന്നുയർന്നു. with Ebin, എബിനുമായി. into the valley of fruits, പഴങ്ങൾ നിറഞ്ഞ ഒരു താഴ്വരയിലേക്ക്. The crane flew above the trees and hills. ആ കൊറ്റി മരങ്ങൾക്ക് മുകളിലൂടെ, കുന്നുകൾക്ക് മുകളിലൂടെ പറന്നു നീങ്ങി. The crane flew above the trees. മരങ്ങൾക്ക് മുകളിലൂടെ ആ കൊറ്റി പറന്നു. And hills, കുന്നുകൾക്ക് മുകളിലൂടെ. Where are we going? Ebin asked. അപ്പോൾ എബിൻ ചോദിച്ചു, നമ്മൾ എവിടേക്കാണ് പോകുന്നത്? To the valley of fruits, the crane replied. അപ്പോൾ കൊറ്റി പറഞ്ഞു, പഴങ്ങൾ നിറഞ്ഞ താഴ്വരയിലേക്ക്. To the valley of fruits. The crane landed in a beautiful valley. അങ്ങനെ ആ കൊറ്റി മനോഹരമായ ഒരു താഴ്വരയിൽ പറന്നിറങ്ങി. The trees were all loaded with fruits. ആ താഴ്വരയിലെ എല്ലാ മരങ്ങളിലും പലതരം പഴങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. എല്ലാ മരങ്ങളും പലതരം പഴങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. The trees were all loaded with fruits. പഴങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു ആ താഴ്വരയിലെ മരങ്ങളൊക്കെ. Ebin and the crane sat on a rock and ate some sweet fruits. എബിനും ആ കൊറ്റിയും ഒരു പാറപ്പുറത്ത് ഇരുന്ന് മധുരമുള്ള കുറച്ച് പഴങ്ങൾ കഴിക്കാൻ തുടങ്ങി. Are you happy? The crane asked. അപ്പോൾ കൊറ്റി ചോദിച്ചു, നിനക്ക് സന്തോഷായോ? നീ സന്തോഷവാനാണോ? No, Ebin said in a sad voice. അപ്പോൾ എബിൻ പറഞ്ഞു, അല്ല, എനിക്ക് സന്തോഷമൊന്നുമില്ല. എബിൻ അല്പം ദുഃഖത്തോടു കൂടി പറഞ്ഞു, ഇല്ല. Why? Are you still hungry? The crane asked. അതെന്താ അത്? നിനക്ക് ഇനിയും വിശപ്പുണ്ടോ? The crane asked. I want to go home. I want to see my mom. Ebin started crying. I want to go home. എനിക്ക് വീട്ടിൽ പോകണം. I want to see my mom. എനിക്ക് എൻ്റെ അമ്മയെ കാണണം. Ebin started crying. ഇത് പറഞ്ഞ എബിൻ കരയാൻ തുടങ്ങി. The flight. പറക്കൽ. ഇനി അടുത്തത് ഒരു പറക്കലിനെ കുറിച്ചാണ്. Don't worry, my little boy. എൻ്റെ കൊച്ചു പയ്യനെ, നീ നിരാശപ്പെടണ്ട. നീ നിരാശനാകേണ്ട കാര്യമില്ല. നീ ദുഃഖിതനാവേണ്ട കാര്യമില്ല എൻ്റെ കൊച്ചുകുട്ടി. I'll take you home soon, the crane said. ഞാൻ വേഗം തന്നെ നിന്നെ
നിന്റെ വീട്ടിൽ കൊണ്ടുവിടാം. I'll take you home soon. വേഗം തന്നെ ഞാൻ നിന്നെ നിന്റെ വീട്ടിലെത്തിക്കാം. The crane said. ആ കൊക്ക് അല്ലെങ്കിൽ കൊറ്റി പറഞ്ഞു. The crane fluttered its wings. കൊറ്റി അതിൻ്റെ വലിയ ചിറകുകൾ അടിച്ചു. ചിറകുകൾ ഇങ്ങനെ വീശി. The crane rose into the sky again. ആ കൊറ്റി ആകാശത്തേക്ക് വീണ്ടും പറന്നുയർന്നു. They flew over mountains and across valleys. അവർ പർവ്വതങ്ങൾക്കും താഴ്വരകൾക്കും മുകളിലൂടെ പറന്നു നീങ്ങി. They flew over mountains and across valleys. അവർ പർവ്വതങ്ങൾക്ക് മുകളിലൂടെ താഴ്വരകൾക്ക് മുകളിലൂടെ പറന്നുയർന്നു നീങ്ങി. Now we are flying over the sea, the crane said. ഇപ്പോൾ നമ്മൾ സമുദ്രത്തിന് കടലിന് മുകളിലൂടെയാണ് പറക്കുന്നത്. എബിൻ looked down. അപ്പോൾ എബിൻ താഴേക്ക് നോക്കി. He saw the deep blue sea. അപ്പോൾ താഴെ നീല നിറത്തിലുള്ള ആഴമുള്ള കടൽ കണ്ടു അവൻ. The waves were playing with the wind. ആ നീലക്കടലിൽ തിരമാലകൾ ഇങ്ങനെ കാറ്റിൽ ചാഞ്ചാടി കളിക്കുന്നത് കണ്ടു. My home, എബിൻ cried. അപ്പോൾ എബിൻ്റെ വീട് കണ്ടു എബിൻ. അപ്പോൾ എബിൻ ഉറക്കെ പറഞ്ഞു, My home. എബിൻ cried, ഉറക്കെ പറഞ്ഞു. The crane flew down. അപ്പോൾ ആ കൊറ്റി താഴേക്ക് പറന്നിറങ്ങി. The crane flew down. അത് ഉയരത്തിൽ നിന്നും താഴേക്ക് ഇങ്ങനെ പറന്നിറങ്ങി. Reunion. വീണ്ടുമുള്ള കണ്ടുമുട്ടൽ, വീണ്ടുമുള്ള കൂടിച്ചേരൽ. എബിൻ heard the sound of the waves. എബിൻ തിരമാലകളുടെ ശബ്ദം കേട്ടു. Look, that is my home. എബിൻ yelled in joy. നോക്കൂ, കണ്ടോ, അതാണ് എൻ്റെ വീട്. എബിൻ സന്തോഷത്തോടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. The crane almost touched the ground. അപ്പോൾ ഈ ക്രെയിൻ സാവധാനം നിലത്ത് ടച്ച് ചെയ്തു, നിലത്ത് ഇറങ്ങി. Mom, എബിൻ called out and ran to his home. അപ്പോൾ എബിൻ അമ്മയെ എന്ന് വിളിച്ചിട്ട് വീട്ടിലേക്ക് ഓടിപ്പോയി. എബിൻ turned to say goodbye to the crane. എന്നിട്ട് എബിൻ ഈ ക്രെയിനോട്, ഈ കൊറ്റിയോട് ഗുഡ് ബൈ പറയാനായിട്ട് തിരിഞ്ഞു. But the crane had disappeared in the sky. പക്ഷേ അതിനെ കാണാനുണ്ടായിരുന്നില്ല. ആ ക്രെയിൻ അത് ആകാശത്ത് അപ്രത്യക്ഷമായി. അത് ആകാശത്തേക്ക് അപ്രത്യക്ഷമായിരുന്നു. But the crane had disappeared in the sky. Ebin's father and mother came out. എബിൻ്റെ അച്ഛനും അമ്മയും പുറത്തേക്ക് വന്നു, വീട്ടിൽ നിന്നും പുറത്തു വന്നു. I'm sorry, my dear. Where were you? Father asked, hugging Ebin tightly. എബിൻ്റെ അച്ഛൻ അപ്പോൾ അവനെ കണ്ടപ്പോൾ പറഞ്ഞു, I'm sorry, my dear. എനിക്ക് വിഷമുണ്ട്, എന്നോട് ക്ഷമിക്കൂ എൻ്റെ മകനെ. Where were you? നീ എവിടെയായിരുന്നു? അച്ഛൻ ചോദിച്ചു. എബിനെ മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അച്ഛൻ അവനോട് ചോദിച്ചു, Where were you? നീ എവിടെയായിരുന്നു? Ebin wanted to tell them all about the magic ring, the crane, the deer, the lion. But nothing came out. Ebin wanted to tell them all about the magic ring. എബിൻ കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും അവരോട് പറയാൻ ആഗ്രഹിച്ചു. അതായത് ദ മാജിക് റിംഗ്, മാന്ത്രിക മോതിരം, ദ ക്രെയിൻ, ആ കൊറ്റിയെക്കുറിച്ച്, വലിയ ചിറകുകളുള്ള ആ കൊറ്റിയെക്കുറിച്ച്, ദ ഡിയർ, മാനിനെക്കുറിച്ച്, അതുപോലെ അവനെ ആക്രമിക്കാൻ വന്ന
സിംഹത്തെക്കുറിച്ച്, ദ ലയൺ. ബട്ട് നത്തിങ് കെയിം ഔട്ട്. പക്ഷേ ഒന്നും പുറത്തേക്ക് വന്നില്ല. അവനിതൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് പറയാൻ പറ്റുന്നില്ല. വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. വേർഡ്സ് ചോക്ഡ് ഇൻ ഹിസ് ത്രൂട്ട്. വാക്കുകൾ അവൻ്റെ തൊണ്ടയിൽ കുരുങ്ങി. തൊണ്ട വരെ എത്തിയുള്ളൂ അവന്, പക്ഷേ അതൊന്നും പുറത്തേക്ക് പറയാൻ പറ്റിയില്ല. വേർഡ്സ് ചോക്ഡ് ഇൻ ഹിസ് ത്രൂട്ട്. വാക്കുകൾ അവൻ്റെ തൊണ്ടയിൽ കുരുങ്ങി. കം ഡിയർ, ലെറ്റ്സ് ഗോ ഇൻസൈഡ്, മദർ സെഡ്. അപ്പം അമ്മ പറഞ്ഞു, വാ മോനെ, നമുക്ക് അകത്തേക്ക് പോവാം. എബിൻ ലുക്ക്ഡ് അറ്റ് ദ സ്കൈ അഗൈൻ. എബിൻ വീണ്ടും ആകാശത്തേക്ക് നോക്കി. വേർ ഹാസ് ദ ക്രെയിൻ ഗോൺ? എവിടേക്കാണ് ആ ക്രെയിൻ പോയിട്ടുണ്ടാവുക? എബിൻ ലുക്ക്ഡ് അപ്പ്. എബിൻ വീണ്ടും മുകളിലേക്ക് നോക്കി. He saw a white feather floating in the air. അപ്പോൾ അവൻ കണ്ടു ഒരു വെളുത്ത തൂവൽ വായുവിലൂടെ ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്നത്. A smile appeared on Ebin's face. ഇത് കണ്ടപ്പോൾ എബിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. എബിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി പ്രത്യക്ഷപ്പെട്ടു. A smile appeared on Ebin's face. എബിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി പ്രത്യക്ഷപ്പെട്ടു.